നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ്, സർക്കാരിൻ്റെ പ്രോത്സാഹനം. അതിനു മുൻപ് നമ്മൾ മുന്നേ പഠിച്ച ക്ലാസ്സിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പോർഷനിലേക്ക് കടക്കാം. കാൻ വി അഡോപ്റ്റ് സം ഓഫ് ദീസ് സച്ച് ആക്ഷൻസ് വുഡ് ബി ഹെൽപ്ഫുൾ ഇൻ സസ്റ്റൈനബിൾ സോയിൽ. It would be beneficial if we could return the moisture of the soil and coolness of the nature. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാതൃകകൾ പരിചയപ്പെട്ടിരുന്നു. അതിൽ അവസാനമായി നമ്മൾ പരിചയപ്പെട്ട മാതൃക മിസ്റ്റർ PJ തോമസിൻ്റെ എക്സ്പെരിമെൻ്റൽ കൾട്ടിവേഷനെ കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഇവിടെ ഈ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഈ മാതൃകകളിൽ ചിലതെല്ലാം അനുകരണീയമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായി തിരിച്ചു പിടിക്കാൻ ആവില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താനും മണ്ണിൻ്റെ നീർവാഴ്ചയും പ്രകൃതിയുടെ കുളിർമയും തിരിച്ചു പിടിക്കാൻ ആയാൽ തന്നെ അത് വലിയൊരു നേട്ടമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാതൃകകൾ പരിചയപ്പെട്ടിരുന്നു. ഈ മാതൃകകളിൽ ചിലതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ സാധിക്കും. ഈ പ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മുടെ പഴയ കൃഷിയെ വീണ്ടെടുക്കാൻ സാധിക്കില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താനും മണ്ണിൽ ഉള്ള നീർവാഴ്ച നിലനിർത്താനും, അതായത് മണ്ണിലുള്ള വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രസൻസ്, പ്രകൃതിയിലുള്ള കുളിർമ നിലനിർത്താനും നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ്, സർക്കാരിൻ്റെ പ്രോത്സാഹനം. ദ ഗവൺമെൻറ് ഹാസ് ഡിസൈൻഡ് വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് സ്കെഡ്യൂൾ to reclaim Kerala's agricultural heritage. Vegetable and Fruit Promotion Council Kerala VFPCK is one such endeavor. കേരളത്തിലെ കൃഷി സംസ്കാരത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അതുമാത്രമല്ല, സർക്കാർ ഒരുപാട് സ്കെഡ്യൂളുകൾ ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, അതായത് VFPCK, കൃഷിയെ തിരിച്ചു പിടിക്കാനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ഈ VFPCK, അല്ലെങ്കിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഷോർട്ട് ഫോമാണ് VFPCK. The State Horticulture Mission functions with the aim of promoting the cultivation of different varieties of fruits, vegetables, spice crops, mushroom and medicinal plants. Promotion of beekeeping is also an aim of this mission. പഴങ്ങളും പച്ചക്കറികളും സുഗന്ധവിളകളും കൂൺ ഇനങ്ങളും ഔഷധ ചെടികളുടെയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സംസ്ഥാനത്തെ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വാട്ട് ഈസ് ദ മേജർ എയിം ഓഫ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ? സംസ്ഥാനത്തെ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത്? The Agriculture Department, Kudumbashree Mission and several other agencies help the government in promoting agriculture. കൃഷി വകുപ്പ്, കുടുംബശ്രീ മിഷൻ തുടങ്ങിയ നിരവധി ഏജൻസികളും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നു. സർക്കാർ കൃഷി ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിനെ സഹായിക്കുന്നു. ഈ പേജിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. ആ ബോക്സിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഗ്രീൻ ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഫെർട്ടിഗേഷൻ എന്നീ 3 കാര്യങ്ങളാണ് ആ ബോക്സിൽ പറയുന്നത്. മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്, നൂതന കൃഷിരീതികൾ. ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഹൗസ് ഫാമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. Greenhouse farming. In severely cold regions, crops are grown in grass-roofed rooms in order to protect them. This method is known as greenhouse farming. ഹരിതഗൃഹകൃഷി. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയിലുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്.
നമുക്കറിയാം, ചെടികളുടെ വളർച്ചയ്ക്ക് ജലവും ലവണങ്ങളും മാത്രമല്ല സൺലൈറ്റും അത്യാവശ്യമാണ്. ഒരുപാട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ അധികം സൂര്യപ്രകാശം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഗ്ലാസ് കൊണ്ട് റൂഫിട്ട ഒരു റൂമിൽ ചെടികളെ വളർത്തുന്നു. ഈ മെത്തേഡിനെയാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് ഗ്രീൻ ഹൗസ് ഫാമിങ്ങിന് എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ആണ് ഗ്രീൻ ഹൗസ് ഫാമിങ്ങിലുള്ളതെന്ന്. ഇതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഫാമിങ്ങിൻ്റെ ഉൾഭാഗവും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അഗ്രികൾച്ചറൽ ടെക്നിക്കാണ് precision farming. This is the method of giving adequate care, water, manure, etc. for each crop and soil type precisely at different stages. Any region have ample sunlight and well-drained soil is suitable for precision farming. Precision farming അതായത് കൃത്രിത കൃഷി. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൊടുക്കണം. അതായത് ചില പ്രദേശങ്ങളിൽ വളരെയധികം ചൂട് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകൾക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. വെള്ളം ലഭിച്ചില്ലെങ്കിൽ അവ നശിച്ചു പോകും. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ആവശ്യമായ വെള്ളം, വളം എന്നിവയൊക്കെ നമുക്ക് കൊടുത്ത് പരിചരിക്കേണ്ടി വരും. കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണിത്. അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു അളവിൽ വെള്ളവും വളവും ആവശ്യത്തിന് നൽകുന്ന ഒരു മെത്തേഡ് ആണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാഴ്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്രിത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആവശ്യമായ സൺലൈറ്റ്, സൂര്യപ്രകാശവും നീർവാഴ്ച, മണ്ണിൽ വാട്ടറിൻ്റെ ഒരു പ്രസൻസും ലഭിക്കുന്ന ഒരു സ്ഥലം ആണെങ്കിൽ കൃത്രിത കൃഷി അവിടെ സ്യൂട്ടബിൾ ആണ്. അതായത് പ്രിസിഷൻ ഫാമിംഗ് അവിടെ അനുയോജ്യമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു കൃത്യമായ അളവിൽ ലഭിക്കുന്ന ഒരു കൃഷി രീതിയാണിതെന്ന്. പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ചും അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അഗ്രികൾച്ചറൽ ടെക്നിക്കിലേക്ക് കടക്കാം. ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷന് മലയാളത്തിലും ഫെർട്ടിഗേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്, പ്രത്യേക പേരൊന്നുമില്ല. ഫെർട്ടിഗേഷൻ. Fertigation is the method of giving water and manure drop by drop. As the chemical fertilizers used are completely soluble in water, the plants can first absorb them. വെള്ളവും വളവും ഡ്രോപ്പുകളായി നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. വെള്ളവും വളവും ഡ്രോപ്പുകളായിട്ട് ചെടികൾക്ക് നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും വെള്ളത്തിലൊക്കെ ലയിപ്പിച്ച് രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അത് റൂട്ട്സിലൂടെ വേഗത്തിൽ വലിച്ചെടുക്കാനും പെട്ടെന്ന് വളർച്ച നേടാനും സാധിക്കുന്നു. മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് എന്ന ഈ ഒരു ബോക്സിൽ നമ്മൾ 3 ആധുനിക കൃഷിരീതിയെ പറ്റിയാണ് പഠിച്ചത്. ഗ്രീൻ ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഫെർട്ടിഗേഷൻ. ഈ 3 കൃഷി രീതികളെ പറ്റിയും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രീൻ കേരള അഥവാ ഹരിത കേരളം. ഫാർമേഴ്സ് ഡേ, കർഷക ദിനം. ചിങ്ങം ഫെസ്റ്റ് ഈസ് ദ ഫാർമേഴ്സ് ഡേ. ഹൗ ഡു യു പ്ലാൻ ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ ഇൻ യുവർ സ്കൂൾ ദിസ് ഇയർ? ഡിസ്കസ്. ചിങ്ങം 1 കർഷക ദിനം അഥവാ ഫാർമേഴ്സ് ഡേ. ഈ വർഷം നിങ്ങളുടെ സ്കൂളിൽ കർഷക ദിനം എങ്ങനെ ആഘോഷിക്കുവാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഈ വർഷത്തെ കർഷക ദിനം നമുക്ക് വളരെ ലളിതമായി ആഘോഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചാർട്ട് പേപ്പറിൽ കൃഷിയെപ്പറ്റി കുറച്ച് പിക്ചേഴ്സും പോയിൻറ്സും ഉൾപ്പെടുത്തി ഒരു ചാർട്ട് തയ്യാറാക്കി ടീച്ചർമാർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം. അതല്ലാണ്ട് കൊറോണയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ ഒരു ചെറിയ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം. ആ ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ട അതിഥിയായിട്ട് നമുക്കൊരു ഫാർമറിനെ ക്ഷണിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചും അറേഞ്ച് ചെയ്യാവുന്നതാണ് അവിടെ. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് കൃഷിയെയും കൃഷി രീതികളെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫാർമറിനോട് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം.
ഗ്രീൻ കേരള അഥവാ ഹരിത കേരളം. The physiography, soil and climate of Kerala are favorable for agriculture. We Keralatis have to change our lifestyle into one that utilizes these. കേരളത്തിലെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയുമൊക്കെ കൃഷിക്ക് വളരെയധികം അനുകൂലമാണ്. ഈ അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഒരു ജീവിതശൈലിയാണ് കേരളീയർക്ക് വേണ്ടത്. കേരളത്തിലെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രകൃതി തരുന്നുണ്ട്. ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കൃഷിയെ മുൻനിർത്തി ജീവിക്കണം അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റണമെന്നാണ് ഇവിടെ പറയുന്നത്. ഈച്ച് ഫാമിലി കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ഇൻ ദർ കോർട്ട്യാർഡ് ഫോർ ദെയർ നീഡ്. The vegetables required for the noon meal program in the school are grown in the school compound itself. Poison-free cereals and vegetables everywhere. As the people work hard in the field and farms, they don't have lifestyle diseases. ഓരോരോ കുടുംബങ്ങൾക്ക് ആവശ്യമായുള്ള പച്ചക്കറികൾ അവരവരുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യപ്പെടുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായുള്ള പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ വളരുന്നു. നാട്ടിൽ എങ്ങും വിഷമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികൾ വിളയുന്നു. നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന പച്ചക്കറി നമ്മൾ തന്നെ പോയി പറിച്ച് അത് പാചകം ചെയ്ത് കഴിക്കുക. വിഷമയമില്ലാത്ത ശുദ്ധമായ പച്ചക്കറി എല്ലാ വീടുകളിലും വിളയുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര മനോഹരമായ ഒരു കാര്യമാണിതൊക്കെ. നമുക്കും കൃഷി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതേ ഉള്ളൂ. കൃഷി ചെയ്യാൻ അധികം സ്ഥലം ഇല്ലാത്തവർക്കായുള്ള കുറച്ച് പരിഹാരങ്ങൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞു. അതിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ലളിതമായ കൃഷികൾ വീട്ടിൽ നടത്താം. മനുഷ്യൻ പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുകയുമില്ല. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കുറച്ച് ജീവിതശൈലി രോഗങ്ങളുടെ പേരൊക്കെ പഠിച്ചതായി ഓർക്കുന്നുണ്ടോ? വി നീഡ് സച്ച് എ ടുമാറോ. വി ക്യാൻ അച്ചീവ് ദിസ് വിത്ത് ഈസ് if we all work together. Let us join our hands to revive the agro-based culture of our land whose physiography, soil, climate, rain and rivers provide ideal conditions for agriculture. കൃഷിയുള്ള രോഗങ്ങൾ ഇല്ലാത്ത ഒരു നല്ല നാളെയാണ് നമുക്ക് വേണ്ടത്. നാം എല്ലാം ഒരുമിച്ച് ഉത്സാഹിച്ചാൽ ഇതൊക്കെ നിസ്സാരമായി നടത്താവുന്നതേ ഉള്ളൂ. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിലുള്ള കൃഷി ചെയ്യാൻ ആരംഭിക്കുക. നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഈ ചാപ്റ്ററിൻ്റെ സമ്മറി മാത്രമേ ഉള്ളൂ. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിൻ്റെ 3rd ചാപ്റ്ററായ കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് മൊത്തമായി സമ്മറി എന്ന ഈ ഒരു പോർഷനിലൂടെ പഠിക്കാം. സമ്മറി എന്നാൽ ഈ ചാപ്റ്ററിൻ്റെ ചെറിയൊരു ബ്രീഫ്. ദ ഫസ്റ്റ് പോയിന്റ്, ദ ഫിസിയോഗ്രാഫിക് ഡൈവേഴ്സിറ്റി ഓഫ് കേരള പ്രൊവൈഡ്സ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി. കാർഷിക വൈവിധ്യത്തിന് കേരളത്തിലെ ഭൂപ്രകൃതിപരമായ വൈവിധ്യം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാൻ പലതരത്തിലുള്ള കാലാവസ്ഥകളും അതിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ഘടകങ്ങളും പ്രകൃതി ഒരുക്കി കൊടുക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് ഹാവ് ഒക്വേർഡ് ഇൻ കേരള. ദിസ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിഭൂമിയുടെ ഭൂവിനിയോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃഷിഭൂമിയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നു. തേർഡ് പോയിന്റ്, യൂസ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ് ഈസ് എ ട്രൂലി എക്കോ-ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. ജൈവവളം ഉപയോഗിക്കുന്ന കൃഷിരീതി തികച്ചും പരിസ്ഥിതി സൗഹൃദമായ കൃഷിരീതിയാണ്. മിസ്റ്റർ തോമസ് എന്ന ആളുടെ നെൽകൃഷിയിൽ അദ്ദേഹം വരുത്തിയ പരീക്ഷണവും ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം നേടിയ ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെൽകൃഷിക്കായി അദ്ദേഹം ഉപയോഗിച്ചത് തികച്ചും സാധാരണയായ ജൈവവളമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ വിളവ് ലഭിച്ചു. ഫോർത്ത് പോയിന്റ്, വി ഹാവ് ടു ചോക്ക് ഔട്ട് പ്ലാൻസ് ടു റീക്ലെയിം അവർ ആഗ്രോ-ബേസ്ഡ് കൾച്ചർ. കേരളത്തിൻ്റെ കൃഷി അധിഷ്ഠിത മേഖലയെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി പുതിയ
പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പഴയ കൃഷി സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച 2 പുതിയ കൃഷി പദ്ധതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അവ അധികം സ്ഥലം വേണ്ടാത്തതും ലളിതവുമായിരുന്നു. ഏതൊക്കെയായിരുന്നു അവ? വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും ഹൈഡ്രോപോണിക്സും. 5th point, there are several government programs to encourage agriculture. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ അനവധി പദ്ധതികൾ ഉണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ കീഴിലുള്ള 2 സംരംഭങ്ങളാണ് ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും VFPCKയും. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചതാണ്.